السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ളവരെ, ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. കടം വീടാൻ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ കടമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്തുകൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കടങ്ങൾ പെട്ടെന്ന് വീടുന്നതാണ്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. കടങ്ങൾ വീടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഓതാൻ പറയുന്ന സൂറത്തുകളോ ആയത്തുകളോ ദിക്റുകളോ ഒന്നും ചൊല്ലാനോ ഓതാനോ ഒന്നും തയ്യാറല്ല. അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ കടം വീടിക്കട്ടണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കാര്യം നടക്കൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്ര വലിയ കടമാണെങ്കിലും അത് വീടിക്കിട്ടാൻ ആവശ്യമായ ഒരു വഴിയാണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ആ കടമുള്ളവരൊക്കെ അത് ചെയ്യണം. ചെയ്യാൻ സമയം കണ്ടെത്തണമെന്ന് ഈ സമയത്ത് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. കടത്തിനെ കുറിച്ച് പറയുമ്പോ ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. കടം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടമുള്ള ഒരു വ്യക്തി മരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം പോലും അവിടുന്ന് നിസ്കരിക്കാറില്ല, അവിടുന്ന് മാറി നിൽക്കും. കാരണം അവിടുന്ന് പറയുന്നത് ഈ കടമുള്ള വ്യക്തിക്ക് ഞാൻ മയ്യത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചാൽ അത് സ്വീകരിക്കപ്പെടും. അപ്പോൾ ആ വ്യക്തി ആഖിറത്തിൽ രക്ഷപ്പെടുന്നതാണ്. ഇങ്ങനെ കടമുള്ള ഒരു വ്യക്തിക്ക് ഞാൻ മയ്യത്ത് നിസ്കരിച്ചാൽ അത് വെറുതെ ആകുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് നിസ്കരിക്കുന്നില്ല എന്ന് അവിടുന്ന് പറയാറുണ്ട്. കാരണം കടം അത്രയ്ക്ക് വലിയ പ്രശ്നമാണ്. കടം നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ ആ കടം കൊടുക്കാനുള്ളവൻ ആഖിറത്തിൽ, കടം കൊടുക്കാനുള്ളവൻ അത് കിട്ടാനുള്ളവൻ ആഖിറത്തിൽ നമ്മെ പിടിച്ചു നിർത്തിയാൽ അല്ലാഹു അവിടെ നമുക്ക് പുറത്തു തരൂല. കാരണം മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ തന്നെ തീർക്കണം. അതുകൊണ്ട് കടം വലിയ പ്രശ്നമാണ്. കടം കാരണത്താൽ ഉറക്കം കിട്ടാതെ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കടത്തിന്റെ ആധിക്യം കാരണത്താൽ, കടം കൂടിപ്പോയ കാരണത്താൽ, ലക്ഷക്കണക്കിന് രൂപ കടത്തിലായി പോയ കാരണത്താൽ ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ ശബ്ദം കേൾക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അവരൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ഇത് ചെയ്യട്ടെ. ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്ക് അതിന് പരിഹാരമുണ്ടാകും. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. നല്ല കടമുള്ളവർ ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് അവർ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വീട്ടിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ്, നമ്മുടെ വീട്ടിൽ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തറയിൽ ഇരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യണം. തീർന്നില്ല, ബാക്കി കൂടെ പറയാനുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. എന്നിട്ടേ വീട്ടിൽ ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വീടിന് പുറത്ത് എന്താവശ്യത്തിന് പുറത്തു പോയിട്ട് വന്നാലും, വീട്ടിൽ നിന്ന് എന്താവശ്യത്തിന് നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും ആ വീട്ടിനകത്ത് കയറുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഓതുക. എന്നിട്ടോ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഖുർആനിലെ 66ാമത്തെ സൂറത്ത്, സൂറത്തു തഹരീം, ആ സൂറത്ത് പാരായണം ചെയ്ത് ദുആ ചെയ്യുക. എന്നാൽ അത്ഭുതങ്ങൾ കാണാം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ നിന്ന് എന്താവശ്യത്തിന് പുറത്തു പോയാലും തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതുക. അതുകൂടാതെ എല്ലാ ദിവസവും കടമുള്ളവർ ആ കടം വീട്
വീടുന്നത് വരെ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചിട്ട് വേണം ചെയ്യാൻ. സുബഹി നിസ്കാരത്തിന് ശേഷം പരിശുദ്ധമായ ഖുർആനിലെ 66ാമത്തെ സൂറത്ത് തഹരീം, ആ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. എന്നിട്ട് കടം വീടാൻ വേണ്ടി, എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യുകയും ചെയ്യുക. എന്നാൽ നിങ്ങളുടെ കടങ്ങളെല്ലാം വീടി കിട്ടുന്നതാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്, എല്ലാ വിഷമങ്ങളും മാറുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരുടെ എല്ലാ കടങ്ങളും അല്ലാഹു എത്രയും പെട്ടെന്ന് വീട്ടിക്കൊടുക്കുമാറാകട്ടെ. കടങ്ങൾ വീട്ടാൻ ആവശ്യമായ വഴികൾ നാഥനായ റബ്ബ് തുറന്നു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.